ഹലോ ഹലോ കോയ് ഹലോ എന്തൊരലാക്കാണിത്. ഹലോ നബീസോ നബീസ് എടി നബീസോ ഒന്നും കൊണ്ട് വന്നൂടെ നാലി കണ്ടില്ലേ വിളിച്ചോണ്ടിരിക്കും. എടി ഇത്രയും ദിവസം ഇവിടെ ഉണ്ടായിരുന്ന സാധന ഇന്ന് നേരം വെളുത്ത മുതൽ കാണാനില്ല. അത് ഞാൻ നമുക്ക് കിട്ടും തോന്നില്ല. അതാ കുഞ്ഞയ്മ തെങ്ങാൻ എടുത്തേക്കാരും ഓനാണെങ്കിൽ എന്തായി കിട്ടിയാലും മുന്നും പിന്നും നോക്കാത്ത. ഞാൻ ഈ മൊബൈലിലെ കട്ടന്റെ കാര്യ പറഞ്ഞേ. ഇത് നോക്കിയാ ഒരൊറ്റ കട്ട കാണാനില്ല. എടി എനിക്കിന്ന് നേരം വെളുത്ത മുതൽ നമ്മളെ സുക്കൂറിന്റെ ചെറുതിനെങ്ങനെ കണ്ണു കാണുക. ഇതപ്പത്ര പുതുമ. ഓരോരുത്തരോ കണ്ണു കാണലും വിളിക്കലും തന്നെയല്ലേ പണി മനസ്സിലാ. എടി കഴിഞ്ഞ ചെറിയ പെരുന്നാക്ക് ഈ പെരന്റെ അകത്ത് കുട്ടികളും മക്കളും ഇങ്ങനെ പാഞ്ഞ് മണ്ടി പാഞ്ഞ് കളിക്കേന്. അത് ഓർമ്മ ഉണ്ടോ എനിക്ക്? പാട്ടും കൂത്തായിട്ട് എന്തേനു 3-4 ദിവസം. ഒടുക്ക ഓരൊക്കെ മൂടും തട്ടി അങ്ങോട്ട് പോയപ്പോ എനിക്ക് സഹിച്ചില്ല. എനിക്ക് സഹിച്ച നബീസോ സാരില്ലാന്ന് ഒലിഞ്ഞു വലിയൊരുന്നാക്ക് വരാന്നല്ലേ പറഞ്ഞിക്കണേ. വരട്ടെ. അത് വരെ ഉമ്മാക്കും ബാപ്പാക്കും വർത്താനം പറയാനും വിഷയം പറയാനും മക്കളും വേറെ കുട്ടികളും കൂടി തന്ന സമ്മാനാണല്ലത്. ഇപ്പാക്കും ഉമ്മാക്കും എന്താശം ഉണ്ടെങ്കിലും വിളിച്ചോണ്ടി നമ്മള് മണ്ടെത്തിന്ന് പറഞ്ഞാണ്ടാണ് അതിങ്ങടെ കൈ തന്നിട്ട്. എന്നിട്ട് ഇപ്പൊ ആവശ്യത്തിന് അനാവശ്യത്തിനൊക്കെ വിളിച്ച് നിങ്ങൾ അവരെ വേർപ്പിക്കല്ലേ മനസ്സിലാ. കുട്ടികളെ വർത്താനം കേൾക്കാണ്ട് നിക്കാൻ പറ്റും നബീസോ? നിങ്ങൾ നിക്കണ്ട, നടന്നോളി. അത് കൈ കെത്തി അന്ന് തുടങ്ങിയത് അങ്ങോട്ട് വിളിച്ചു വിട്ടല്. ബാക്കുള്ളവർക്ക് ഒന്ന് തരിക അതില്ല. ഈ വിചാരിച്ച ഫോണല്ലത്, മനസ്സിലായോ? ആ കാലം വന്ന് മണിക്കുന്ന ഫോണും ഇത് തമ്മിൽ എത്ര വ്യത്യാസമുണ്ട്. ഇത് എന്ന് പറഞ്ഞാൽ അനക്കോ എനിക്കോ ഒരു പനിയോ തലവേദന വന്നു കഴിഞ്ഞാൽ നമുക്ക് ആരും ആശ്രയിക്കണ്ട. ഒന്ന് നെക്കാ പോരെ, ഒരു മിസ്ഡ് കോൾ ഇട്ടാ പോരെ, കുട്ടികൾ മണ്ടി വരൂലേ. ഇതുകൊണ്ട് വേറെ ചില കളി ഉണ്ടെന്ന് ഞമ്മക്കറിയാം. എന്ത് എന്നെ കൊണ്ടൊന്നും പറയിക്കണ്ട നിങ്ങള്. ഇതിന്റെ അവിടുത്തെ ചെക്കൻ നാശാക്കണം. ഹലോ വാപ്പച്ചിന്റെ മോളെ എന്തെടുക്കാണ്? ഞാൻ വാപ്പച്ചി എല്ലാവർക്കും വിളിക്കല്ലേ. ഇന്നലെ മോളെ വിളിച്ചപ്പോ കളിക്കാൻ പോയതാന്ന് പറഞ്ഞ ടീച്ചർ. അന്റെ ചെങ്ങാഴ്ചകളോടൊക്കെ വാപ്പച്ചിന്റെ സലാം പറഞ്ഞേക്കണ്ടി കേട്ടോ. തരും ഞാൻ. കൊടുക്ക് നബീസ് അന്റെ പണി നോക്കി ചെല്ലി. ടീച്ചറെ എന്തൊക്കെ ഉണ്ട് വർത്താനോ? സുഖം. ടീച്ചർമാർക്കൊന്നും വേറെ പണിയില്ലേ? ഒന്ന് പോയി നോക്കാം. ഞാൻ നിർത്തണ്ട. 16 അവരോട് വിചാരം. നിങ്ങളത് കാര്യാക്കണ്ട ടീച്ചർ. ഇത് ഇവിടെ ഇടക്കുണ്ടാകണതായി കുത്തറാത്തീവ്. പിന്നെ നമ്മൾ കുട്ടികളെ ഇംഗ്ലീഷിൻ്റെ കാര്യം നിങ്ങളാണ് ശരിക്കും പഠിപ്പിച്ചു കൊടുക്കണം. ആയിക്കോട്ടെ നമ്മൾ സൗകര്യം പോലെ പിന്നെ വിളിക്കട്ടാ. ശരി എന്നാൽ. അസ്സലാമു അലൈക്കും. എന്താ നിർത്തിയത്? വിളിച്ചോടി. കുട്ടികൾക്കും വേറെ കുട്ടികൾക്കും അവരുടെ ചങ്ങാച്ചക്കും പിന്നെ അവരുടെ ടീച്ചർമാർക്കും ഒക്കെ വിളിച്ചോടി. എന്താ നബീസ് പറയുന്നത്? നിങ്ങൾ വിളിച്ചു കൂട്ടിയ കായന്റെ കണക്ക് ആ പോസ്റ്റമ്മ പറഞ്ഞപ്പോണ്ടല്ലോ കൊണ്ടാളി പോയി മനസ്സിലാ. നിങ്ങള് മൊബൈലിന്റെ കടലാസ് നോക്കിയാണി. എന്തേ കുട്ടികളെയും മക്കളെയും ഭർത്താൻ അറിയാൻ വിളിച്ചേന് ഇത്രയും കാര്യമായ നബീസോ? ഒന്നുമില്ല, ഇതിലെ ഒരു വേദന പോലെ. ഒന്നുമില്ല, ഈ വേദന വേണ്ട. കുട്ടികൾക്കാർക്കൊന്ന് വിളിച്ചാ ഒന്നും വേണ്ട. വിളിക്കതാ ഇത് നെക്കിട്ട് അത് താഴത്ത് കാക്കിട്ടാ പച്ച. കുട്ടികളൊക്കെ ഇംഗ്ലീഷ് മീഡിയത്തിലല്ലേ, ഓല ആരെങ്കിലും ആവും.
വിളിക്ക്. ഇസ്മായിലിനെ വിളിച്ചു നോക്കി. ഇസ്മായിലിനെ ഞമ്മക്ക് ഇതൊരു പിടിയാണല്ലോ മറ്റേ നമ്പർ ഒന്നും കൂടി താഴ്ത്തതാക്കിട്ട് അതന്നെ പുറത്താണെന്ന് നമ്മളെന്താ കാണുന്നത്? ആരും കിട്ടുന്നില്ലേ? ഒരു കാര്യം ചെയ്യ്, ബേജാറാകണ്ട വിസോ. ഈ വാസുവിനെ ബലേതലത്തൊന്ന് വിളിച്ചാ ആരെയും വിളിച്ചു കൊടുക്കുന്നൊക്കെ അല്ല അയൽവാസികള്. ഒന്നുമില്ല. ഒന്നും പറയാനില്ല. സോ ബ്യൂട്ടിഫുൾ. ഈ രണ്ട് കഥാപാത്രങ്ങളും അവരുടെ ഇമോഷണൽ വേരിയേഷൻ വളരെ കറക്റ്റായി ഫോളോ ചെയ്തു. എല്ലാ രീതിയിലുള്ളൊരു വേരിയേഷൻ അതിനകത്തുണ്ട്. ഇറ്റ് ഈസ് സോ ഇൻട്രസ്റ്റിംഗ്. നിങ്ങൾ സ്ലാങ് ഒരു ഇഫക്റ്റിന് വേണ്ടിയല്ല ഉപയോഗിച്ചത്, ശരിക്കും ആ ഇമോഷണലും ആ സ്ലാങ്ങിൻ്റെയൊക്കെ എല്ലാ ഇമ്പാക്റ്റും കൊണ്ടുവന്നു. അബ്സല്യൂട്ട്ലി എനിക്ക് ക്രിട്ടിക്കലായിട്ട് ഒന്നും ഇതിൽ തോന്നുന്നില്ല. ഇറ്റ്സ് സോ ബ്യൂട്ടിഫുള്ളി ഡൺ. കൺഗ്രാജുലേഷൻസ്. ഉമ്മുക്ക അറിയില്ലേ? KP ഉമ്മർ. ഉമ്മുക്കയുടെ കാലം തൊട്ടിട്ട് ഈ ഇവിടെ നമ്മൾ ഈ ഇന്നും അത് നിലനിൽക്കുന്നുണ്ട്. അതായത് ഒരു 50കളിൽ KT മുഹമ്മദ് സാറിൻ്റെ ഒക്കെ ആ ഒരു സമയത്ത് തുടങ്ങിയ നാടകങ്ങൾ. എനിക്ക് തോന്നുന്നത് ഇജ്ജ് നല്ല മനുഷ്യനാകാൻ നോക്കുമെന്ന് പറഞ്ഞിട്ട് നാടകമുണ്ട്. ഏതാണ്ട് അവിടെ തൊട്ടാണ്. അതിൽ ഉമ്മക്കയാണെന്ന് തോന്നുന്നു ഒരു മെയിൻ ക്യാരക്ടർ അതിൽ അച്ഛനെ അവതരിപ്പിച്ചത് അല്ലേ? അവിടം തൊട്ട് ഈ ഒരു ആചാര വേഷമാണ് ചെയ്യുന്നതെങ്കിൽ ഒരു രീതിയുണ്ട്. എന്താണത്? മോനെ ഇങ്ങോട്ട് പോകുന്നാള് നബീസ എവിടെയാണ്? അത് ഇല്ലാതായപ്പോൾ തന്നെ ഞാൻ ഹാപ്പിയായി. ഏനോ ക്യാരക്ടറൈസേഷൻ അതാണ് നമ്മൾ നോക്കുന്നത്. നമ്മൾ ഇതുവരെ കണ്ട് വളർന്നതല്ല, നിങ്ങളുടെ ഒബ്സർവേഷനിൽ വരുന്ന ക്യാരക്ടേഴ്സ്. മനസ്സിലായില്ലേ? അതാണ് അതിൻ്റെ ഒരു ഫ്രഷ് ആചാര്യാണ് നമുക്ക് തന്നത്. നമ്മുടെ ഉമ്മക്ക ഗ്രേറ്റ് ആക്ടറാണ്. അദ്ദേഹം പൊട്രേ ചെയ്തത് മാത്രം നമ്മൾ പൊട്രേ ചെയ്തുകൊണ്ട് കഴിഞ്ഞാൽ നമുക്ക് സമൂഹത്തിലുള്ള മറ്റ് കഥാപാത്രങ്ങളെ നമുക്ക് കിട്ടാതെ പോയി പോകും. അപ്പോൾ അതിന് കഴിവുള്ള ആക്ടേഴ്സ് അത് ചെയ്യുക എന്നുള്ളതാണ്. ആൻഡ് യു ഡിഡ് ഇറ്റ് പെർഫെക്റ്റ്ലി. താങ്ക് യു സർ. ഓക്കെ, ഒരു ചെറിയ പോയിന്റ് ഞാൻ മീരയ്ക്ക് വേണ്ടി ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അത് മീരയുടെ മാത്രം കുഴപ്പമില്ല, ഞാൻ ഗ്രൂമിങ് സെഷനിലും പറഞ്ഞിരുന്നു. അത് കുറച്ചും കൂടി ഇവിടെ അതിനെ ഓവർകം ചെയ്യാൻ പറ്റിയിട്ടുണ്ട് മീരയ്ക്ക്. പല നടീനടന്മാർക്കും കൈ ഒരു പ്രശ്നമാണ്. ഇതൊരു അനാവശ്യമായിട്ടുള്ളൊരു സാധനം, അങ്ങനെ തൂങ്ങി കിടക്കുന്നൊരു സാധനം ആണ് കൈ എന്നുള്ള ലൈനിലാണ് പല നടീനന്മാർ. നമുക്ക് അവരെ കണ്ടു കഴിഞ്ഞാൽ അറിയാതെ ഈ കൈ കൊണ്ട് എന്ത് ചെയ്യണം. അപ്പോൾ അത് നമ്മൾ ഗ്രൂമിങ് സെഷനിൽ പറഞ്ഞതിനേക്കാളും ഒരുപാട് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഈ കൈ അവിടെ വെച്ച് കഴിഞ്ഞാൽ പശ പോലെ അവിടെ ഇങ്ങനെ ഫെവിക്കോളിൻ്റെ ആഡ് പോലെ അതവിടെ ഇങ്ങനെ ഒട്ടി നിൽക്കുന്ന പോലെ അത് വന്നപ്പോഴും അതില്ലാത്തപ്പോഴുമുള്ള മീരയുടെ ഈ നബീസു എന്നുള്ള കഥാപാത്രം അതില്ലാത്തപ്പം എങ്ങനെ ഉണ്ടെന്നുള്ളതൊന്ന് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. യു ആർ നോട്ട് കോൺഷ്യസ് അബൌട്ട് ഇറ്റ്, യു ആർ ബീയിങ് ദാറ്റ് ക്യാരക്ടർ, യു ആർ നോട്ട് കോൺഷ്യസ് അബൌട്ട് യുവർ ഹാൻഡ്. അങ്ങനെ വരുമ്പോഴാണ് ആക്ടിങ് തെളിഞ്ഞു വരിക. ആൻഡ് ഐ എം സീയിങ് ദാറ്റ് യു ആർ കമ്മിങ് ഔട്ട് ആസ് എ ഗുഡ് ബ്രില്യൻറ്റ് ആക്ട്രസ്. ഓക്കെ, കൺഗ്രാജുലേഷൻസ്. പ്ലീസ് കീപ് ഇറ്റ് അപ്പ് പ്ലീസ്. താങ്ക് യു സർ. കുറച്ചു നേരം മലപ്പുറത്ത് പോയൊരു പ്രതീതിയായിരുന്നു, ഇവിടെ എങ്ങും ആയിരുന്നില്ല. അത് അത്രയും നല്ല കെമിസ്ട്രി ആയിരുന്നു. ബോത്ത് ഓഫ് യു വെർ സോ എന്താ പറയുക, നല്ല എനർജി മുരളി സാർ പറഞ്ഞു. പിന്നെ ലൈവ്ലി ആയിരുന്നു, നന്നായിട്ട് വി റിയലി എൻജോയ്ഡ്. എനിവേ ഇറ്റ് വാസ് ബ്രില്യൻറ്റ്. ഓക്കെ, കീപ് ഇറ്റ്. താങ്ക് യു മാം.